ഈ ഒരാള് കണ്ണാടിൻ്റെ മുന്നിൽ ഒരു അരമണിക്കൂറോളായിട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാരണം വേറെ ഒന്നല്ല, നാളെ ട്രിപ്പ് പോവാണ്. അതിൻ്റെ പൊലിവാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാക്കറ്റ് മാറി മാറി ഇട്ട് വെക്കുക കേട്ടോ, ഡ്രസ്സിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയാണ് മാച്ച് ആവുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ അത് നോക്കിക്കൊണ്ടിരിക്കട്ടെ, ഞാനിതാ ബാഗ് പാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇക്കാക്ക പാക്ക് ചെയ്താൽ ഒരു സുഖമില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഷർട്ടുകൾ വെച്ച്, പിന്നെ ജീൻസ് വെച്ചു, പിന്നെ ഏറ്റവും ലാസ്റ്റ് ജാക്കറ്റ് വെച്ചു, പിന്നെ ഇതാ കർച്ചീഫും, പിന്നെ അതുപോലെ തന്നെ ടവലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിനുള്ളിൽ വെക്കാൻ മാത്രമായിട്ടൊന്നുമില്ല, ഡ്രസ്സും കാര്യങ്ങളും തന്നെ ഉള്ളൂ, പിന്നെ അണ്ടർ ഗാർമെൻസും അതെല്ലാം വെച്ച് ഞാൻ ബാഗ് അങ്ങോട്ട് പൂട്ടുന്നുണ്ടേ. കൂടെ തന്നെ ഐനൂസും ഉണ്ട് കേട്ടോ. ഐനൂസിന് ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാണ്ട് ഭയങ്കര തൊന്തരമായിരുന്നു. ഞാനെന്താ വേഗം ബാഗ് അങ്ങോട്ട് വെട്ടി പൂട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇക്കാക്കടെ വീട്ടിൽ നിന്ന് നല്ല ചോറും അതുപോലെ തന്നെ തേങ്ങാച്ചാറും ചെമ്മീനും മീൻ വറുത്തതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി നല്ലോണം ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മീൻ വറുത്തതും മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാച്ചാറ്. പിന്നെ കൂടെ തന്നെ കക്കർച്ചി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വെച്ചാണേ. അങ്ങനെ ഇതാ തേങ്ങാച്ചാറ് കുമ്പളങ്ങ ഇട്ട് വെച്ചതാണ് കേട്ടോ. കുമ്പളങ്ങ തേങ്ങാച്ചാറും പിന്നെ നല്ലൊരു മാങ്ങച്ചാറും കൂട്ടിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല വയറ് നിറച്ച് തന്നെ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടാണ് ഇനി കാക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഈ ടൂറ് പോകണോണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഫുഡൊന്നും വലിയ ആവശ്യമില്ല. അങ്ങനെ രാവിലെ ഒരു 3:30 മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ട് വേഗം ചായ കാച്ചാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ആൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചായ കാച്ചാൻ വേണ്ടി നിന്നിട്ട് ഞാൻ വേഗം ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ചായയിലോട്ട് പഞ്ചസാരയും പാൽപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല കടുപ്പത്തോടെ ഒരു ചായ ഇക്കാക്ക് അങ്ങോട്ട് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ ആൾ 2 ദിവസം കഴിഞ്ഞിട്ട് ടൂറ് കഴിഞ്ഞ് വരുവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല കടുപ്പത്തോടെ ഫുള്ള് മഗ്ഗിൽ ചായ കൊടുത്തിട്ടുണ്ട്. ആളതും കൊണ്ട് പോയിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു നിങ്ങളേക്കാണ്